ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ശ്രേഷ്ഠത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർമ്മദോഷ നിവാരണം, സുഖശ്രേഷ്ഠ ജീവനം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ശനിയെക്കുറിച്ച് തന്നെയാണ്. അതിനു മുമ്പ് കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ശനിക്ക് ലഗ്നബന്ധം വന്നാൽ എന്നുള്ളതാണ്. അപ്പോൾ ശനിക്ക് ലഗ്നബന്ധം വരുമ്പോൾ രണ്ട് ടൈപ്പായിട്ട് നമുക്ക് തിരിക്കാം. ഒരു കൺസൾട്ടേഷനൊക്കെ വരുന്ന സമയത്ത് കുറച്ച് ജ്യോതിഷമൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് എപ്പോഴും ഉണ്ടാവുന്ന ഒരു സംശയം എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിലാണ്. ശനി ബലപ്പെട്ട് നിൽക്കുന്നുണ്ട്, അപ്പൊ എന്തുകൊണ്ട് ശനിദശ മോശമാണെന്ന് പറയണു, ലഗ്നത്തിന് മോശം സംഭവിക്കണമെന്ന് പറയണു എന്നൊക്കെ ധാരാളം ചോദ്യങ്ങൾ അവരുടെ മനസ്സിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതുപോലെ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അത് എല്ലാവർക്കും ഉപകാരപ്രദമാവും എന്ന് കരുതിയിട്ടാണ് ഇതുപോലെ ശനിക്ക് ലഗ്നബന്ധം വന്നാൽ എന്തൊക്കെ അവസ്ഥകളിലൂടെ അവർ പോവേണ്ടി വരുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാന്നുള്ളതിന്റെ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ലഗ്നത്തിന് ആണ് വളരെ പ്രാധാന്യം നമ്മുടെ ജാതകത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചിന്തകൾ എങ്ങനെയായിരിക്കും, നമ്മുടെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്നെല്ലാം തീരുമാനിക്കുന്നത് ഈ ലഗ്നമാണ്. അപ്പൊ ലഗ്നം എന്ന് പറയുന്നത് നല്ല ശുഭത്തോടെ ഇരിക്കണം അല്ലെ. അപ്പോൾ തമോഗ്രഹമായിട്ടുള്ള ശനിയുടെ ആധിക്യം ലഗ്നത്തോട് വരിക. എങ്ങനെ വരാം? ലഗ്നത്തിൽ തന്നെ ശനി ഇരിക്കാം, അല്ലെങ്കിൽ 7-ൽ നിന്ന് ശനിയുടെ ഡയറക്റ്റ് ദൃഷ്ടി ഉണ്ടാവാം, അല്ലെങ്കിൽ 3-10 ദൃഷ്ടി കൂടെ ശനിക്കുണ്ട്. അങ്ങനെയും ലഗ്നവുമായിട്ട് ബന്ധപ്പെടാം. അപ്പൊ അങ്ങനെയുള്ള ശനിക്ക് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശനിയുടെ പ്ലേസ്മെന്റ് ഏതാണ് നല്ലത് എന്നൊക്കെ. അപ്പൊ ശനിക്ക് എപ്പോഴും ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഫലം ജാതകത്തിൽ ഉണ്ടാവുമ്പോൾ ആ ശനി ദശയാവുമ്പോൾ അവർക്ക് മോശാനുഭവങ്ങളായിരിക്കും തീർച്ചയായിട്ടും ഉണ്ടാവുക. അതായത് ഉച്ചം ചെയ്ത് നിൽക്കുന്നുണ്ട്, മകരകുംഭത്തിൽ ശനി നിൽക്കുന്നുണ്ട്, അത് പോസിറ്റീവായിട്ട് ഒരിക്കലും കൊടുക്കില്ല. എന്തുണ്ടാവണം? ശുഭത്വം ഉണ്ടാവണം ആ ശനിക്ക്. കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശനിയുടെ ആ രശ്മികൾ എന്ന് പറഞ്ഞ കറുപ്പ് നിറത്തിലുള്ള രശ്മികളാണ്. ആ രശ്മികൾ എന്ന് പറയുന്ന ഭൂമിയിലെ ജീവരാശികൾക്ക് ഒട്ടും തന്നെ ഗുണം തരുന്നതല്ല. അതാണ് ശനിയുടെ കാരകത്വം വളരെ മോശമായിട്ട് പറയപ്പെടുന്നത്. അപ്പൊ എന്താണ് സംഭവിക്കേണ്ടത്? അവിടെ ഏതെങ്കിലും ഒരു ശുഭത്വത്തിന്റെ ഗുരു പോലെയുള്ള ശുഭഗ്രഹങ്ങളുടെ നാച്ചുറലായിട്ട് ശുഭഗ്രഹങ്ങൾ ഉണ്ടല്ലോ, അപ്പൊ ആ ഒരു ശുഭഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ ഒക്കെ ശനിക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ജാതകത്തില് ശനി നല്ലത് ചെയ്യാനായിട്ട് റെഡിയാവുള്ളൂ. അല്ലാതെ ശനി തനിയെ ഫലപ്പെടുകയാണെങ്കിൽ ഒരിക്കലും ആ ജാതകക്ക് ആ ഒരു ശനി ദശയിലോ ശനി പിരീഡുകളിലോ അതുപോലെ ലഗ്നായിട്ട് വരിക, മകരം കുംഭം ലഗ്നായിട്ട് വരുന്നവർക്ക് ലഗ്നാധിപനായിട്ട് വരിക, അപ്പോഴൊന്നും ശനി നല്ലത് തരാനായിട്ട് തയ്യാറായിരിക്കില്ല എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ലഗ്നത്തിൽ തന്നെ ഈ ശനി നിൽക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ദൃഷ്ടിയോ യോഗമോ ആയിട്ട് ശനി അവിടെ ഉണ്ട് ലഗ്നത്തില്. അപ്പൊ അത് മോശമാണ്. ഇതുപോലെ ശുഭഗ്രഹങ്ങളുടെ ഒന്നും തന്നെ ആ ശനിക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ ആ ശനി ആ ഒരു വ്യക്തിയുടെ സ്വഭാവത്തില് എന്തെല്ലാം ദൂഷ്യഫലങ്ങളാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോണത്. അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് പിടിവാദം ഉണ്ടാവും എന്നുള്ളതാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് അവർക്ക് ഉയരക്കുറവുണ്ടാവും. 3 ഭാഗ്യാനുഭവങ്ങൾ കുറവായിരിക്കും. 4 എന്ന് പറയുന്നത് സെൽഫിഷ് ആയിട്ടുള്ള ചിന്തിക്കാൻ, മറ്റുള്ളവരെന്തോ ആയിക്കോട്ടെ എൻ്റെ കാര്യം എന്ന് ചിന്തിക്കാനുള്ള ആ ഒരു സ്വാർത്ഥത എന്ന് പറയുന്ന ബുദ്ധി വരുന്നതും ഈ ലഗ്നത്തോട് ശനിബന്ധം വരുമ്പോഴാണ്. അതുപോലെ തന്നെ ആരായിട്ടും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരിക. ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ പ്രൊസീജിയേഴ്സ് ഇങ്ങനെയാണ് എന്നുള്ള ഒരു അഡമന്റ് സ്വഭാവത്തിലേക്ക് മാറുക. അതുപോലെ വലിയ പണ്ഡിതനാണ് എന്നുള്ളൊരു ഭാവം ഉണ്ടാവുക. യഥാർത്ഥത്തിൽ അവർക്ക് അത്രത്തോളം അറിവുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉണ്ടാവില്ല, പക്ഷെ വലിയ പണ്ഡിതനാണ് എന്നുള്ള ഒരു സംസാര രീതിയായിരിക്കും. പിന്നെ തർക്കം, എല്ലാത്തിലും ഒരു ഡിബേറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഒന്നും വിശ്വസിക്കാതിരിക്കുക. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ശാസ്ത്രം പോലെയുള്ള കാര്യങ്ങൾക്കും വിശ്വാസമില്ലാതെ അതിനെല്ലാം തന്നെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവുക. അതുപോലെ എതിർത്ത് ചോദ്യം ചെയ്യുക. നമ്മൾ അവരോട് ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതിന് ഉത്തരം പറയാതെ തിരിച്ച് നമ്മളോട് തന്നെ ഒരു 4 ചോദ്യം ചോദിക്കുക. അത് കാര്യം മനസ്സിലാക്കാനുള്ള ആ ഒരു ശേഷി കുറവാകണമെന്നുള്ളതാണ്. പിന്നെ ആ തർക്കിക്കുക എന്നുള്ള സ്വഭാവമാണ് അവിടെ ആക്ടിവേറ്റ് ആവണമെന്നുള്ളതാണ്. പിന്നെ എന്ന് പറയുന്നത് നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും. എന്നെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല, അതായത് സമൂഹത്തിന്റെ മുൻപിലേക്ക് വരാനായിട്ട് അവർക്ക് കഴിയാതെ വരിക. അവർക്ക് പല കഴിവുകൾ ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഈ ലഗ്നത്തിൽ ശനി വരുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? എനിക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. അവരുടെ ആ കഴിവുകളൊക്കെ അവരിൽ തന്നെ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുക, സമൂഹത്തിലേക്ക് വിന്യസിക്കാനായിട്ട് അവർക്ക് കഴിയാതിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള കോൺഫിഡൻസ് കുറവും ഈ ശനി ലഗ്നത്തിൽ ഉണ്ടാവുമ്പോൾ ഉണ്ടാവണമെന്നുള്ളതാണ്. പിന്നെ താഴ്ന്ന മനോഭാവം, ലാക്ക് ഓഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. പിന്നെ വളവളാന്ന് സംസാരിക്കുക,
കാര്യത്തിനൊന്നും അല്ല സംസാരിക്കുന്നത്, എന്തൊക്കെയോ കാര്യങ്ങൾ ഒരു ബന്ധവും ഇല്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള പോയിന്റ്സുകൾ ഒരു വ്യക്തിയിൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ലഗ്നവുമായിട്ട് ശനിക്ക് ബന്ധമുണ്ട്. അതും എന്താണ്, ശുഭത്വമില്ലാത്ത ശനിബന്ധമായിരിക്കും എന്നുള്ളതാണ് അവിടെ ഉറപ്പാക്കേണ്ടത്. പിന്നെ എന്താ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും? ഈ ശനി ഒരു ജാതകത്തിൽ ഫലപ്പെടുകയാണ്, ശുഭബന്ധമൊന്നും ഇല്ലാതെ ശനി ഫലപ്പെടുകയാണെങ്കിൽ അവർക്ക് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് കഴിയും. മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാളും 8 മണിക്കൂർ ചെയ്യണത് 12-15 മണിക്കൂർ വരെ ജോലി ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവുക. പിന്നെ മെക്കാനിക് പോലെയുള്ള വർക്കുകൾ വളരെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ, ഈ സ്ക്രൂ കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പൊ അതൊക്കെ വളരെ തന്മയത്തോടെ വളരെ ക്ഷമാപൂർവം ചെയ്യാനായിട്ട് ഈ ശനി ഫലപ്പെട്ട ഒരു ജാതകക്കാർക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ 2-3 കുഞ്ഞു നല്ല കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാം എന്നല്ലാതെ ശനിക്ക് എപ്പോഴും ശുഭത്വം വേണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ആ ഒരു പീരീഡ്, ഇപ്പൊ ശനി ദശയിലാണ് ശനി മോശമായിട്ടുണ്ടെങ്കിൽ അനുഭവിക്കുക. അപ്പൊ ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് വലിയ ഉയർച്ചയൊന്നും ഇല്ലാതെ ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം നെഗറ്റീവ്സുകൾ, ശനിക്ക് മാത്രം എന്താണ് ഇത്ര നെഗറ്റീവ്സ്, പിന്നെയും എന്തുകൊണ്ടാണ് ശനീശ്വരൻ എന്നുള്ളൊരു പേര് വന്നിരിക്കണത് എന്നൊക്കെ കൺഫ്യൂഷൻ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും അല്ലെ. പഠിക്കുന്ന കാലത്ത് ജ്യോതിഷത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ധാരാളം സംശയങ്ങൾ ഇങ്ങനെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതിലൊരു സംശയമാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും മോശമായിട്ടുള്ള കാരകത്വം തരുന്നുണ്ട് എന്നിട്ടും ശനീശ്വര എന്നുള്ളൊരു പദവി, ഈശ്വര പദവി എന്ന് പറയുന്നത് ശനി എന്നുള്ള ഗ്രഹത്തിന് മാത്രം കൊടുത്തിരിക്കണോ എന്നുള്ളത്. അപ്പോൾ അതിൽ ഒരു ബുക്കിൽ വായിക്കാൻ ഇടയായത് ശനൈ ചരതി എന്നുള്ള 2 സംസ്കൃത വാക്കിൽ നിന്നാണ് ശനീശ്വര എന്നുള്ളൊരു വാക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ശനീശ്വര എന്ന് പറയുമ്പോൾ ഈശ്വര ഭഗവാൻ എന്നുള്ള അർത്ഥമല്ല അവിടെ വരുന്നത് അല്ലെ. ശനൈ ചരതി എന്നാണ്. ശനൈ എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട്, ചരതി എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുക. അപ്പൊ സ്ലോ ആയിട്ട് സഞ്ചരിക്കുന്ന ഒരു ഗ്രഹം, അത്ര മാത്രമേ എന്തൊരു മീനിങ് ഉള്ളൂ, ഈ ശനീശ്വര എന്നുള്ള മീനിങ് ഉള്ളൂ. അത് പിന്നെ കാലം കൊണ്ട് ഈശ്വര സ്ഥാനത്തിലേക്ക് ശനിഗ്രഹം എത്തി എന്നുള്ളതാണ് ആ ഇത് വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് സ്വീകരിക്കാം, റിജക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി പുതിയൊരു വീഡിയോ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.